ഹായ് ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ചൂക്കി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കോയമ്പത്തൂർ ട്രിപ്പാണ്. ഹസ്ബൻഡും ഫ്രണ്ടും കൂടി ഓലെന്തോ ആവശ്യത്തിന് വേണ്ടി കോയമ്പത്തൂർ പോകുമ്പോൾ ഞാനും മോനും ഒപ്പരം പോയതാണ്. അങ്ങനെ ഞങ്ങളൊരു നൈറ്റ് ഒരു 1:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി. അതിലും കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേങ്കിൽ അതൊന്നും നടന്നില്ല. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് വൈകി. പോകുന്ന വൈകി ആളുകൾ കളി കഴിഞ്ഞിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം വണ്ടി നിർത്തി കണ്ട് ഒരു പടക്കം കണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും, മോനടക്കം വിശന്ന് നോക്കി. അങ്ങനെ അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല വൈബും നല്ല ഫുഡും. അങ്ങനെ അവിടെ കയറി. നല്ലൊരു കളർ തീമൊക്കെയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് വന്ന്. നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കനുമാണ് ഞങ്ങൾ തിന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞങ്ങളെ ഫേസ് കണ്ടാൽ അറിയാം, എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, നല്ല ഉറക്കമുണ്ടായിരുന്നു. നല്ല ഉറക്കം വെക്കുന്നതുകൊണ്ട് അവസാനം ഒരു കട്ടനും കുടിച്ച് അവിടെ ഞങ്ങൾ ഇറങ്ങി. പുറത്തിറങ്ങിയാണ് വേണ്ടത്. പുറത്തൊരു ഒട്ടകം ഉണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തൊരു ഒട്ടകം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഇന്നും ഞങ്ങളെ ജേണി സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. രാവിലത്തെ അവിടുത്തെ വ്യൂ നല്ല രസമുണ്ടായിരുന്നു. രാവിലെ ആകുന്നതിൻ്റെയും പിന്നെ ചെറിയ മയക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, കാരണം നൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം കോയമ്പത്തൂർ എത്താൻ പറ്റി. നേരം എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ലേക്ക് കാണാൻ പോയി. അടിപൊളി ലേക്കാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് വണ്ടി നിർത്താൻ അവിടെ എവിടെയും സ്ഥലം ഉണ്ടായിരുന്നില്ല. കുറേ നേരം വണ്ടി കറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരെ വണ്ടി നിർത്തിയിട്ടാണ് ഞങ്ങൾ ലേക്കിലേക്ക് കയറിയത്. ലേക്കിൽ കയറി ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കുകയും അതിലൂടെ നടക്കുകയൊക്കെ ചെയ്ത്. മോൻ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല എൻജോയ് ഉണ്ടായിരുന്നു. മോനിങ്ങനെ കളിക്കുകയും എന്തൊക്കെ ഒഴിച്ചുണ്ടാക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്ക് പോലുള്ളൊരു സെറ്റപ്പാണ് ചെയ്തത്. ഒരു ഊഞ്ഞാലും ഒരു ഊരിക്കുത്തുന്ന സാധനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ലേക്കിന് വലിയ ആയൊന്നുമില്ല ബേസ്, കാരണം ലേക്കിലേക്ക് നോക്കി നിങ്ങൾ വീഡിയോയിൽ കാണാം ആളുകൾ ഇറങ്ങിയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഓലെ നെഞ്ഞ് വരെ വെള്ളമുള്ളൂ. അപ്പോൾ വലിയ ആയൊന്നും ഉണ്ടെന്ന് തോന്നില്ല ലേക്കിന്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് രാവിലെ തന്നെ ആളുകൾ ജോഗിങ്ങിന് പോകുന്നതും ഇല്ലാണ്ട് ആളുകൾ അതിലൂടെ നടക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ അവിടെ വർത്തമാനവും പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന്. കുറച്ചല്ല, ആടെയും കുറേ നേരം ഇരുന്ന്. അതിനുശേഷം ഞങ്ങളൊരു മാളിലേക്ക് പോയി. അവിടെ അടുത്തുള്ളൊരു വലിയ മാളാണ്. ആ മാളിൽ പോയി ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് അവിടെ ആ മാള് ഫുള്ള് ഞങ്ങൾ കറങ്ങി. അവിടുത്തെ ഷോപ്പുകളും ഡ്രസ്സുകളും ചെരുപ്പുകളും ബാഗുകളും അങ്ങനെ എല്ലാ ഷോപ്പുകളും ഞങ്ങളൊന്ന് കറങ്ങി. ഞങ്ങൾ അവിടുത്തെ സാധനങ്ങൾ ഫുള്ള് കണ്ട് കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളൊരു ഊബർ വിളിച്ചിട്ടാണ് അവിടെ ഞങ്ങൾ പോയത്. അല്ലാണ്ട് വണ്ടി കൊണ്ടുപോയാൽ എടുങ്ങാറാവും. അതുകൊണ്ട് തന്നെ വണ്ടി മാളിലെ പാർക്കിൽ തന്നെ വെച്ചിട്ട് ഊബർ എടുത്ത് പോയി. പിന്നെയുള്ള ടൈം ഞാനും മോനും കുറച്ച് നേരം പോസ്റ്റ് ചെയ്യും, കാരണം അവർക്കാരോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും മോനും റോഡ് സൈഡിൽ അവിടെ നിന്ന് വണ്ടികൾ പോകുന്നതും ഷോപ്പുകളും ആളുകളെയൊക്കെ നോക്കി അങ്ങനെ നിന്ന്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കോഴിക്കോട് പോലെ ഈ ബ്രാൻഡഡ് ഷോപ്പുകൾ ഈ മാളിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഇവർക്ക് ഈ റോഡ് സൈഡിൽ സാധാ ഷോപ്പ് പോലെ എല്ലാ ബ്രാൻഡിൻ്റെയും ഷോപ്പുകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ മാളിലേക്ക് തന്നെ പോയി. മാളിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെയും ഇവിടെയും കറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നെഹ്ദിയിലാണ് പോയത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ മന്തി നമുക്ക് കോയമ്പത്തൂരും കിട്ടും. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ്. തിരിച്ചു വരുമ്പോൾ എനിക്കും മോനും നല്ല ഉറക്കമുണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഉറക്കമുണ്ടായിരുന്നു. അപ്പം ഞാനും മോനും ബാക്കിൽ സീറ്റിൽ നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. കുറേ നേരം ഉറങ്ങി. വരുന്ന വഴിക്കൊരു മലൻ്റെ മുകളിലൊരു ക്ഷേത്രം പോലെ കണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത്. പക്ഷേങ്കിൽ അത് ഈ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ, സീ യു.